ഹലോ ഗൈസ്, നമുക്ക് ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ എടുക്കുന്നത് ചുവന്ന ചെമ്പരത്തിയാണ്. സാധാരണ എല്ലാവരുടെ വീട്ടിലും നിറയെ കാണുന്ന ചെമ്പരത്തിയല്ലേ ഇത്. അപ്പോൾ ഇത് നമ്മൾ താളിയൊക്കെ എടുക്കാൻ ഉപയോഗിക്കും. അപ്പോൾ ജ്യൂസും കൂടി ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഇതെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിൻ്റെ പൂമ്പൊടിയും ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ചെമ്പരത്തി പൂവാണ് കേട്ടോ. എന്നിട്ട് അത് കഴുകിയെടുത്തതിന് ശേഷം ഒരു 3 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം. ടേസ്റ്റ് കൂട്ടാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചി കഷ്ണം കൂടി ഇടാം. ഞാനൊരു പൊട്ട് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഏലക്ക വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഏലക്കയോ ഇഞ്ചിയോ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാനൊരു 3.5 സ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഗ്രാമ്പൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവേ. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിപ്പൂ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കും. അങ്ങനെ പൂവൊക്കെ നന്നായി തിളച്ച് ഇങ്ങനെ ആവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ഇഞ്ചി കഷ്ണോ ഏലക്കോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം അരിപ്പ് വെച്ചിട്ട് നമുക്ക് വേറെ ജഗ്ഗിലേക്ക് അരിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഈ ചുവന്ന കളർ ചെമ്പരത്തി എടുത്തത് കൊണ്ടാണ് കേട്ടോ ഈ കളറിൽ വന്നേ. ഇനി നമുക്ക് ആ ജ്യൂസിക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കാം. ഞാനിത് ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം നാരങ്ങ നീര് ഈ ജ്യൂസിൽ ആഡ് ആകുമ്പോൾ ഇതിൻ്റെ കളറേ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. നമ്മുടെ ചെമ്പരത്തിപ്പൂവിൽ നാച്ചുറലായിട്ടൊരു പിഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ ഒരു ആസിഡും കൂടി ആയതുകൊണ്ട് അത് അതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യുമ്പോഴാണ് ഈ കളർ ചേഞ്ച് അതുകൊണ്ടാണ് വരുന്നത്. വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു സയൻസാണ് ഇതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ നല്ല ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് ഇങ്ങനെയാണ്, നല്ല ഡാർക്ക് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വയ്ക്കാം. ഇതാ ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പായപ്പോൾ എടുത്തിട്ടുണ്ട്. അല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് തണുത്തിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത്. ഇതൊരു ഹെൽത്തി ഡ്രിങ്കും കൂടെയാണ്. നമുക്ക് വേനൽക്കാലത്തൊക്കെ ബോഡി കൂടുതൽ ഹീറ്റ് ആവുന്നതിനും പിന്നെ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഹെയറിന് ഒക്കെ ഒരു കൂള് ആക്കുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. കുടിക്കുമ്പോൾ ചെമ്പരത്തി ജ്യൂസാന്നുള്ള ഒരു ഫീലും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിത് ചെമ്പരത്തി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ അറിയാൻ പറ്റും. പഞ്ചസാരയ്ക്ക് പകരം തേനോ ശർക്കരയോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.